ഹായ് ഡിയേഴ്സ്, 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് 18ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. അപ്പോൾ കഴിഞ്ഞ 17 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ ചെയ്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ ഡേ 1 തൊട്ടുള്ള പ്രാക്ടീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇന്നത്തെ പ്രാക്ടീസ് മാജിക്കൽ ടു ഡു ലിസ്റ്റ്. അപ്പോൾ എന്താണ് മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്ന് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 17 ദിവസത്തെ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ ബെസ്റ്റ് ഫ്രണ്ടാക്കി കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ നേടിത്തരും. നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാകുന്നോ അത്രത്തോളം നമ്മുടെ ലൈഫും മെച്ചപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കുറിച്ചാണ് ചിന്തിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ അതില്ല ഇതില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാജിക് സംഭവിക്കും. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കും. അപ്പോൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറും. അത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി പരിഹരിക്കപ്പെടേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഇതിനു വേണ്ടി ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ മാജിക് നോട്ട് ബുക്ക് എടുക്കുക. അതിൽ മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്ന് പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം സമയം തികയാതെ നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം ഇന്ന് ചെയ്ത് തീർക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ഇനി ഭാവിയിൽ ചെയ്തു തീർക്കേണ്ട വലിയ വലിയ ലക്ഷ്യങ്ങൾ വരെ ഓരോന്നായിട്ട് മാജിക് നോട്ട്ബുക്കിൽ എഴുതുക. ശേഷം ഇന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ചെയ്തു കഴിഞ്ഞതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അതിന് യൂണിവേഴ്സിൻ്റെ ശക്തി ലഭിച്ചതായിട്ട് സങ്കല്പിക്കുക. ശേഷം അതിനു വേണ്ട വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുക്കി തരുന്നതായിട്ട് സങ്കല്പിക്കുക. നന്ദി പറയുക. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്തു തുടങ്ങുക. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിൽ സംഭവിച്ചിരിക്കും. എന്നിട്ട് ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ടിക്ക് ചെയ്യണം. ശേഷം നന്ദി 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 എന്ന് എഴുതുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാജിക് പുസ്തകത്തിൽ റോണ്ട ബേൺ അവരുടെ മകളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. റോണ്ട ബേണിൻ്റെ മകളുടെ പേഴ്സ് കളഞ്ഞു, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം കളഞ്ഞു പോയി എന്നാണ് അതിൽ പറയുന്നത്. ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. എന്നാൽ റോണ്ട ബേണിൻ്റെ മകള് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം തനിക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് യൂണിവേഴ്സിന് അത് തൻ്റെ കയ്യിൽ കിട്ടുന്നതായിട്ട് സങ്കല്പിച്ച് അതിലെ ആ സാധനങ്ങളെല്ലാം ഉള്ളതായിട്ട് സങ്കല്പിച്ച് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞു. ടെൻഷനില്ലാതെ രാത്രി കിടന്നുറങ്ങി. അടുത്ത ദിവസം അത് അത്ഭുതം പോലെ 100 മൈൽ അകലെയുള്ള ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് അവരുടെ കയ്യിൽ കിട്ടി എന്നാണ് കഥ. അപ്പോൾ യൂണിവേഴ്സ് ഇതുപോലെയുള്ള അത്ഭുതങ്ങളും നടത്തിത്തരും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, നന്ദി പറയുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ
വളരെ വേഗം നടന്നു കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അടുത്ത ദിവസത്തെ പ്രാക്ടീസായിട്ട് വരാം. ബായ്.